بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون ومن آياته അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. എന്തെന്നറിയോ? അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ നൽകിയത്. ഒരു ആണിനെ ഒരു പെണ്ണിനെ ഒരു ആണിനെ നൽകിയത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ പരിചയമില്ലാത്തവർ, ഇന്നലെ വരെ ബന്ധമില്ലാത്തവർ, ഇന്നലെ വരെ കാണാത്തവർ, യാതൊരു പരിചയമില്ല, ഏതോ ഒരു മുക്കുമൂലയിൽ നിന്ന് പുതിയാപ്പിള ഏതോ ഒരു മുക്കുമൂലയിലാണ്, കാസർഗോഡാണ്, എന്നാൽ പെണ്ണാണെങ്കിൽ ഇങ്ങ് കച്ചയിലാണ്. ഏകദേശം 70ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദൂരമുള്ള കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളാണ് ആദ്യമായി എൻ്റെ മുറിയിൽ എൻ്റെ കൂടെ എൻ്റെ കിടപ്പറ പങ്കിടുന്നത്. അല്ലാഹുവേ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കും? ഏത് പെരുമാറ്റമായിരിക്കും? നല്ല സൽസ്വഭാവിയായിരിക്കുമോ? അല്ല ഇങ്ങനെ പീഡിപ്പിക്കുന്ന, അടിക്കുന്ന, മോശമായ തെറി പറയുന്ന ഭർത്താവായിരിക്കുമോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാകും. എന്തോ ഒരു പേടിയായിരിക്കും. ഈ ഒരാഴ്ച മുമ്പാണ് ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരു ഭർത്താവുണ്ട്, ഭാര്യയെ പീഡിപ്പിക്കുന്ന ഭർത്താവ്. എന്താണ് അതിന് മസ്അല? അതിന്റെ ഫത്വ എന്താണ്? ഞാൻ ചോദിച്ചു, എന്താണ് കുഴപ്പമെന്ന്. അപ്പോഴാണ് ആ സഹോദരൻ പറഞ്ഞത്, ഭർത്താവ് വല്ലാതെ ഭാര്യയെ പീഡിപ്പിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാ ഭാര്യയ്ക്ക് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സഹിക്കാൻ ഭാര്യ തയ്യാറാണ്, ഇതിനൊന്നും ഭാര്യയ്ക്ക് പരാതിയില്ല. പക്ഷേ ഭാര്യയുടെ മുൻപിൽ ഭർത്താവ് ഫോൺ വീഡിയോകൾ കാണാണ്, ഭാര്യയോട് ഫോൺ വീഡിയോ കാണാൻ പറയാണ്, സെക്സ് വീഡിയോകൾ കാണാൻ ഭാര്യയോ നിർബന്ധിക്കുകയാണ് ഭർത്താവ്. ഭാര്യ ഇത് സമ്മതിക്കുന്നില്ല, അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നു, അതിന്റെ പേരിൽ തെറി പറയുന്നു. അതും കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. എന്നാൽ ഇതിനേക്കാളും വലുത് കേൾക്കണോ? അന്യ പുരുഷനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ സ്വന്തം ഭർത്താവ് പ്രേരിപ്പിക്കുകയാണ് ഭാര്യയെ. അവിഹിത ബന്ധത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് ഭാര്യയെ പ്രേരിപ്പിക്കുകയാണ്. ഒരു പക്ഷേ അവന്റെ ചങ്ങാതിമാരെ കൊണ്ടുവന്ന് കിടപ്പറ പങ്കെടുപ്പിച്ചാൽ ഒരു 10,000 രൂപ, ഒരു 5,000 രൂപ അവന്റെ പോക്കറ്റിലേക്ക് ലഭിച്ചേക്കാം. അതിനുവേണ്ടി സാമ്പത്തിക താല്പര്യക്ക് വേണ്ടി തന്റെ ഭാര്യയെ പോലും ഒറ്റുകൊടുക്കുന്ന ഭർത്താവാണ്. എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇനി എങ്ങനെയാണ് അയാളുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടത്? അതുപോലെ തന്നെ ഈ പെണ്ണിന്റെ മുന്നിൽ തന്നെ അന്യപെണ്ണുങ്ങളുമായി സംസാരിക്കാനും അന്യപെണ്ണുങ്ങളുമായി ഇടപഴകാനും ശ്രമിക്കുന്ന ഒരു ഭർത്താവ്, ഇത്രയും വൃത്തികെട്ടവനായ നീചനായ ഭർത്താവ്, ഇവനെ ഒന്ന് ത്വലാഖ് ചെല്ലാൻ പറഞ്ഞാൽ ത്വലാഖ് ചെല്ലുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ, എൻ്റെ സഹോദരാ, ഭാര്യമാർക്ക് ആശങ്കയുണ്ട്, ഭാര്യമാർക്ക് വെപ്രാളമുണ്ട്. എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കും? കള്ളുകുടിയനാണോ? സിസർ വലിക്കുന്നവനാണോ? കഞ്ചാവിൻ്റെ മയക്കുമരുന്നിൻ്റെ മാഫിയകളുടെ ആളാണോ? കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളായിരിക്കുമോ? അല്ലാഹുവേ, നിസ്കരിക്കുന്ന ആളായിരിക്കുമോ? സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന ആളായിരിക്കുമോ? 50 പവൻ തരാമെന്ന് പറഞ്ഞു, 49 പവൻ കൊടുത്തു, 1 പവനേ ഇനി കൊടുക്കാനുള്ളൂ. ആ 1 പവന്റെ പേരിൽ പ്രശ്നമാക്കുന്ന ഭർത്താവായിരിക്കുമോ? അല്ലാ എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുകയാണ്, വെപ്രാളപ്പെടുകയാണ്. പക്ഷേ യാതൊരു ബന്ധമില്ലാത്ത 2 പേർ, എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞാൽ കാലുകെട്ടി അല്ലെങ്കിൽ കണ്ണുപൊട്ടി എന്ന് പറയുന്നൊരു വാക്ക് നമ്മുടെ നാടുകളിലുണ്ട്. ചെറുപ്പക്കാരോട് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഒന്നും നന്നാവുന്നില്ല, ഞാൻ ഇപ്പൊ ഒന്നും കല്യാണം കഴിക്കൂല, പെണ്ണ് കെട്ടിയവനെ കണ്ണ് പൊട്ടിന്ന പറയുന്നത് കേട്ടത്, അതുകൊണ്ട് ഇപ്പോഴൊന്നും ഞാൻ കല്യാണം കഴിക്കൂല. പെണ്ണ് കെട്ടിയാൽ പിന്നെ സ്വാതന്ത്ര്യമില്ല, പെണ്ണ് കെട്ടിയാൽ പിന്നെ സ്വസ്ഥത ഉണ്ടാവൂല. ശരിയാണ്. പഴയതുപോലെ ചങ്ങാതിമാരുടെ കൂടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കാൻ പറ്റൂല. അപ്പോഴേക്കും പെണ്ണ് ഫോൺ ചെയ്യും. ഇനി പോയില്ലെങ്കിലോ വന്നിട്ട് ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കുന്ന പെണ്ണിന്റെ മുഖം കാണണം. പഠിച്ചാൽ അതിനെക്കാളും നല്ലത് ചങ്ങാതിമാരോട് സലാം പറഞ്ഞിട്ട് വീട്ടിലെത്തലാണ്. കാരണം കല്യാണം നിന്റെ ദീനിന്റെ 2/3 ഭാഗവും കല്യാണം കഴിക്കലോടുകൂടി നീ സംരക്ഷിച്ചു കഴിഞ്ഞു. ചെറുപ്പക്കാരാ, ദീനിനെ 3 ഭാഗമാക്കി ബാധിച്ചു. അതിൽ 2 ഭാഗവും നീ കല്യാണം കഴിക്കലോടുകൂടി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആകെ 1 ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി.
കല്യാണം കഴിഞ്ഞവർക്ക് ദീനിന്റെ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്റെ ഇന്നാലിന്ന മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നു. നിങ്ങൾ കല്യാണം കഴിച്ചു തന്നതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതോടുകൂടെ നിങ്ങളുടെ ദീനിന്റെ 2 ഭാഗവും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. 75-60% നിങ്ങളുടെ ദീൻ സംരക്ഷിക്കപ്പെട്ടു. പിന്നെ ആകെ 40% ഉള്ളൂ. ആ 40% നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം. എന്നാ കല്യാണം കഴിക്കാത്തവരോ 100% ശ്രദ്ധിക്കണം. ഇടത് ഭാഗവും ശ്രദ്ധിക്കണം, മുൻഭാഗവും ശ്രദ്ധിക്കണം, വലത് ഭാഗവും ശ്രദ്ധിക്കണം, പിൻഭാഗം ശ്രദ്ധിക്കണം. അവന്റെ ജീവിതത്തിന്റെ 4 ഭാഗങ്ങളിലും അവൻ വളരെ ശ്രദ്ധയോടെ ജീവിച്ചാലേ വളരെ ദീനിൽ അധിഷ്ഠിതമായ ജീവിതം അവന് നയിക്കാൻ പറ്റുള്ളൂ. കല്യാണം കഴിക്കാത്തവൻ എങ്ങനെയാണ്? അവന് 4 ഭാഗവും ശ്രദ്ധിക്കേണ്ടി വരും. കാരണം 100% അവൻ സംരക്ഷിക്കേണ്ടതുണ്ട്. കല്യാണം കഴിച്ചാൽ 70% സംരക്ഷിക്കപ്പെട്ടു. പിന്നെ 30 ഭാഗം മാത്രമാണ് അവൻ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അക്കാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. യാ റസൂലല്ലാഹ്, നബി തങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, യാ അക്കാഫ് ഹല്ലക സൗജ, നിനക്കൊരു ഭാര്യയുണ്ടോ? നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ അക്കാഫേ? ഇല്ല നബിയെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ കല്യാണം കഴിക്കാത്തത് കാശില്ലേ, പൈസയില്ലേ, സെറ്റിൽ ആയിട്ടില്ലേ, ജോലിയില്ലേ? അപ്പോഴാണ് അക്കാഫ് പറയുന്നത്, അല്ല നബിയേ, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് നബിയേ. വഅന മൂസിറും ബിഖൈർ, എന്റെ കയ്യിൽ കാശുണ്ട് നബിയേ, ഞാൻ മുതലാളിയാണ്. പിന്നെ എന്തേ നീ കല്യാണം കഴിക്കാത്തത്? അല്ല നബി, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ പിശാചിന്റെ ചങ്ങാതിയാണ്. കല്യാണം കഴിക്കാനുള്ള ആരോഗ്യമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, എന്നിട്ടും കല്യാണം കഴിക്കാത്ത നീ പിശാചിന്റെ ചങ്ങാതിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ ചങ്ങാതിമാരും പിശാചാണ്, പിശാചിന്റെ ചങ്ങാതിയാണ് നീ. എന്നിട്ട് പറഞ്ഞു, അർദലു മൗതാകും ഉസ്സാബുകും, അർദലു മൗതാകും ഉസ്സാബുകും ശിറാറുകും ഉസ്സാബുകും. നിങ്ങളിൽ ഏറ്റവും മോശക്കാർ കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണ്. നിങ്ങളിൽ മോശക്കാർ കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണ്. അതുപോലെ മോശമായി മരിക്കുന്ന ആഖിബത്ത്, മോശമായി മരിക്കുന്നതും കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ, ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ പ്രായപൂർത്തി എത്തിയാൽ ഉടനെ കല്യാണം കഴിക്കണം. കാരണം ദീനിന്റെ 2 ഭാഗവും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭാഗം മാത്രം സൂക്ഷിച്ചാൽ മതി. അതുകൊണ്ട് എന്റെ സഹോദര, കല്യാണത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവാനാണ്. ഒരുപാട് ജോലിയുടെ പ്രയാസങ്ങൾ സഹിച്ചിട്ട്, ജോലിയുടെ പ്രാരാബ്ദങ്ങളെ, മുതലാളിയുടെ വെട്ട് കേട്ടു, മുതലാളിയുടെ ചീത്ത കേട്ടു, മുതലാളിയുടെ തെറി കേട്ടു, മാനേജറിന്റെ ചീത്ത കേട്ടു, ഇങ്ങനെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലി എടുക്കുന്നതിനിടയിൽ ഒരുപാട് ചീത്തയും തെറിയും കേട്ട് വളരെ ക്ഷീണിച്ചിരുന്നിരുന്ന് നടുവേദനയായി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ നിന്റെ മുഖം നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ഭാര്യയുണ്ടായാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെ അധ്വാനിച്ച, നീ ക്ഷീണിച്ച ക്ഷീണമെല്ലാം പമ്പ കിടക്കൂലേ? ലിതസ്കുനൂ ഇലൈഹാ. എത്ര പ്രയാസമുണ്ടായാലും, എത്ര ക്ഷീണമുണ്ടായാലും ആ പുഞ്ചിരിക്കുന്ന സുസ്മേരവദനയായ ഭാര്യ പൂമുഖവാതിൽക്കൽ വന്ന് നിന്നിട്ട് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ എന്തോരു സന്തോഷമായിരിക്കും. നമ്മുടെ പ്രയാസങ്ങളെല്ലാം പമ്പ കിടക്കൂലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പെങ്ങന്മാരോട്, എൻ്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, ജോലിയുടെ പ്രയാസങ്ങൾ സഹിച്ചിട്ട്, ജോലിയുടെ പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ട്, എന്നിട്ട് ഒന്ന് സമാധാനത്തോടെ അന്തിയുറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ കരിവാളിച്ച മുഖവുമായി, പരാതിയുടെ പ്രളയങ്ങളുമായി, വലിയ പരാതിയുമായി നീ നിന്റെ ഭർത്താവിനെ സ്വീകരിച്ചാൽ കൂനുമേൽ കുരു എന്ന് പറയുന്നത് പോലെ, എരുത്തിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങളാണ് ഭർത്താവിനുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ മുഖം കറുപ്പിച്ചിട്ട് ഭർത്താവിനെ സ്വീകരിക്കരുത്, വെറുപ്പിച്ചിട്ട് ഭർത്താവിനെ സ്വീകരിക്കരുത്.
ഒരുപക്ഷേ നിങ്ങളൊരു പ്ലക്കർ വാങ്ങാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകും. ഭർത്താവ് മറന്നുപോയി, അതിന്റെ പേരിൽ കുശുമ്പുണ്ടാക്കരുത്, അതിന്റെ പേരിൽ കുറുമ്പ് കാണിക്കരുത്. ഒരുപക്ഷേ നിങ്ങളൊരു മീൻ വാങ്ങാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകും. ജോലിയുടെ തിരക്ക് മൂലം ഭർത്താവ് മറന്നുപോയാൽ അതിന്റെ പേരിൽ ഭർത്താവിനെ ചീത്ത പറയരുത്. സാരില്ല, കുഴപ്പമില്ല, നമ്മൾക്ക് നാളെ വാങ്ങിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ ആശ്വസിപ്പിക്കേണ്ട ഡ്യൂട്ടിയാണ് ഭാര്യയ്ക്കുള്ളത്. അള്ളാഹു ബോധം നൽകട്ടെ.